നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പതിയെ പതിയെ വിശാലിനെ എന്നോട് അടുപ്പിക്കാനുള്ള തന്ത്രങ്ങളാണ് ഞാൻ ഇപ്പൊ പ്രയോഗിക്കുന്നത്. ഇന്നലെ രാത്രി ഞാൻ വിശാലിനോട് എനിക്ക് ആഹാരം വാരിത്തരാൻ പറഞ്ഞു. എന്തിനാ? ഇങ്ങനെയുള്ള കൊടുക്കൽ വാങ്ങലിലൂടെയാണല്ലോ പ്രണയം ഡെവലപ്പ് ചെയ്യുന്നത്. എന്റെ ജാസ്മിൻ, നീ കാര്യം പറയൂ. ഞാൻ ആഹാരം വാരിത്തരാൻ പറഞ്ഞപ്പോ വിശാൽ ഒന്നും ചിന്തിക്കാതെ എനിക്ക് ആഹാരം വാരിത്തരാൻ തയ്യാറായി. പക്ഷേ എന്റെ നീക്കം മണത്തറിഞ്ഞിട്ടായിരിക്കണം പാർവതി ഫുഡിൽ കൂടുതൽ എരിവും പുളിയും മസാലയും ഒക്കെ ചേർത്ത് കളഞ്ഞു. ആഹാ, അവൾ ആള് കൊള്ളാവല്ലോ. എരിവെന്ന് വെച്ചാലേ വയറൊക്കെ ഇങ്ങനെ കത്തുന്ന എരിവായിരുന്നു. ദേ, ഇപ്പോഴും അതിന്റെ പ്രയാസം മാറിയിട്ടില്ല. എന്നിട്ട് ആന്റിക്കൊക്കെ നല്ല രസമുണ്ടല്ലേ? നീ കാര്യം ഒന്ന് തെളിച്ചു പറയൂ ജാസ്മിൻ. എന്റെ ആന്റി, വിശാൽ എനിക്ക് ആഹാരം വാരി തരുമ്പോഴേ അവളും മുന്നിലുണ്ട്. എനിക്ക് അവളുടെ മുമ്പിൽ തോക്കാൻ പറ്റുമോ? അതുകൊണ്ട് എരിവ് കടിച്ചു പിടിച്ചിട്ടാണെങ്കിലും കുറച്ച് ആഹാരം ഞാൻ കഴിച്ചായിരുന്നു. പക്ഷെ മുഴുവനും കഴിക്കാനും പറ്റിയില്ല. സത്യം പറഞ്ഞ അതെനിക്ക് വലിയ ക്ഷീണമായിപ്പോയി. ഞാൻ അവളുടെ മുന്നിൽ തോറ്റു പോകുന്നതിന് തുല്യായില്ലേ? ശരിയാ, അത് നിനക്ക് ഷെയിമായി പോയല്ലോ. പാർവതി ഇങ്ങനെ എന്നെ പരാജയപ്പെടുത്താൻ വേണ്ടി ഓരോരോ പണികൾ വെച്ച വിശാലിനെ എനിക്ക് എന്റെ വഴിയിൽ കൊണ്ടുവരാൻ പറ്റില്ല. അവൻ എന്നോട് അടുക്കില്ല. മോളെ, അങ്ങനെ നീ നിരാശപ്പെടുകയൊന്നും വേണ്ട. പാർവതി നിനക്കെതിരെ എത്ര എട്ടിന്റെ പണി വെച്ചാലും വിശാലിനെ വളച്ചെടുത്തിട്ടേ നീ അടങ്ങുവെന്ന് നീ നിന്റെ മനസ്സിൽ ഉറപ്പിച്ച് നീ അതിനുവേണ്ടി പ്രവർത്തിച്ചാൽ വിശാല് ദേ അവൻ പോലും അറിയാതെ നിന്റെ വലയിൽ വീണിരിക്കും. എടി, പെണ്ണൊരുമ്പെട്ടാൽ ബ്രഹ്മനും തടുക്കാൻ ഒക്കില്ലെന്ന് നീ കേട്ടിട്ടില്ലേ? വിശ്വാമിത്രന്റെ തപസ് മുടക്കിയ മേനകയെ കുറിച്ച് നീ കേട്ടിട്ടില്ലേ? വിശാല ഏതായാലും യോഗിയൊന്നും അല്ലല്ലോ. നീ ഒന്ന് അറിഞ്ഞു പെരുമാറിയാ പിന്നെ അവൻ നിന്റെ പിന്നിൽ നിന്ന് മാറില്ല. അതിന് നീ കൂടുതൽ സമയം അവനോടൊത്ത് ചെലവഴിക്കണം. അതെങ്ങനെയാ? കൂടുതൽ സമയവും ഓഫീസ് ബിസിനസ് എന്നുള്ള ചിന്ത മാത്രല്ലേ ഉള്ളൂ വിശാലിന്. ഓഫീസ് കഴിഞ്ഞാ പിന്നെ അവന് പാർവതിയെ മാത്രം മതി. അതിനിടയ്ക്ക് ഞാൻ എങ്ങനെയാ കൂടുതൽ സമയം വിശാലിന്റെ ഒപ്പം ചെലവഴിക്കേണ്ടത്? ആന്റി, ആന്റി ഒരു വഴി പറഞ്ഞതാന്നേ. ആന്റി, ഞാൻ പറഞ്ഞതൊന്നും കേൾക്കുന്നില്ലേ? കേട്ടു. ഞാനൊന്ന് ആലോചിക്കട്ടെ. ആന്റി, എന്തെങ്കിലും ഐഡിയ കിട്ടിയോ? ഒരു പ്ലാൻ ഉണ്ട്. എന്ത് പ്ലാൻ? പറഞ്ഞുതരാം. നീ ഇങ്ങനെ ഓരോരോ സ്റ്റെപ്പായിട്ട് വെച്ചാ മതി. സംഗതി വർക്ക്ഔട്ട് ആവും. ഉറപ്പാണോ? ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.